പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ കാതലായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഇറാനിലെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന് കരുതപ്പെടുന്ന മുസ്തഫ ഖമീനിയുടെ സൈനിക ഉപദേഷ്ടാവായ മുൻ IRGC കമാൻഡർ മൊഹ്സെൻ റസായി നിയമിതനായി എന്ന വാർത്ത വെറും ഒരു ഭരണപരമായ മാറ്റമല്ല, മറിച്ച് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ശത്രുരാജ്യങ്ങൾക്കും പാശ്ചാത്യ ശക്തികൾക്കും ഇറാൻ നൽകുന്ന കൃത്യമായ രാഷ്ട്രീയ സൈനിക സന്ദേശമാണിത്. ഇറാന്റെ രാഷ്ട്രീയ സൈനിക ചരിത്രത്തിൽ മൊഹ്സെൻ റസായി എന്ന പേര് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം തന്റെ പോരാട്ട ജീവിതം ആരംഭിച്ചിരുന്നു. ഷാ ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ ഇസ്ലാമിക ആശയങ്ങളിൽ ഉറച്ചുനിന്ന് പ്രവർത്തിച്ചിരുന്ന മൻസൂറൂൺ എന്ന രഹസ്യ ഗറില്ല സംഘടനയിൽ സജീവ അംഗമായിരുന്നു അദ്ദേഹം. അന്നത്തെ ഈ വിപ്ലവ പ്രവർത്തനങ്ങളാണ് പിൻകാലത്ത് ഇറാന്റെ സൈനിക ഘടന രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ചത്. വിപ്ലവാനന്തരം IRGC രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ ഇന്റലിജൻസ് വിഭാഗം കെട്ടിപ്പടുക്കുന്നതിൽ റസായി നിർണായക പങ്കുവഹിച്ചു. 1981 അദ്ദേഹം 27-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ IRGCയുടെ കമാൻഡർ ഇൻ ചീഫ് സ്ഥാനത്തെത്തി. ഇറാൻ-ഇറാഖ് യുദ്ധത്തിന്റെ ഏറ്റവും കഠിനമായ 8 വർഷങ്ങളിൽ രാജ്യത്തിന്റെ പ്രതിരോധം നയിച്ചത് ഈ യുവ കമാൻഡറായിരുന്നു. ആധുനിക ഇറാന്റെ സൈനിക തന്ത്രങ്ങളുടെയും മിസൈൽ സാങ്കേതിക വിദ്യയുടെയും അടിത്തറ പാകിയത് റസായിയുടെ നേതൃത്വത്തിലാണ്. 16 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം 1997 അദ്ദേഹം IRGCയിൽ നിന്നും പടിയിറങ്ങി. എന്നാൽ അതൊരു വിരമിക്കലായിരുന്നില്ല, മറിച്ച് രാഷ്ട്രീയത്തിലേക്കും നയതന്ത്രത്തിലേക്കുമുള്ള ചുവടുമാറ്റമായിരുന്നു.